വാടക വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതോടെ കോഴിക്കോട് മായനാട് 4 ദിവസമായി ഓട്ടോയിൽ കഴിയുന്ന കുടുംബം 2 പെൺകുഞ്ഞുങ്ങളുമായി വിവിധ റെയിൽവേ സ്റ്റേഷനുകളിലായിരുന്നു താമസം. ഒരാൾ ഓട്ടോ വാടകയ്ക്ക് നൽകിയതോടെയാണ് ഓട്ടോയിലേക്ക് താമസം മാറ്റിയത്. അതിദാരിദ്ര്യമില്ലാത്ത കേരളത്തിൽ നിന്നുള്ള കരളലിയിപ്പിക്കുന്ന കാഴ്ച. അതിദരിദ്രരില്ലാത്ത കേരളം എന്ന പ്രഖ്യാപനം ദിവസങ്ങൾക്ക് മുമ്പാണ് സർക്കാർ നടത്തിയത്. അതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ ഒരു അതിദരിദ്രരില്ല കേരളത്തിൽ എന്നുള്ളൊരു വിവരം വന്നതിന് ശേഷം കേരളം വലിയ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അതിന് വിഭിന്നമായൊരു കാഴ്ചയാണ് കോഴിക്കോട് നിന്നും നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. കോഴിക്കോട് മായനാട് പ്രദേശത്തു നിന്നും ഓട്ടോയിൽ താമസിക്കുന്ന ഒരു കുടുംബം, കോട്ടയം സ്വദേശിയായിട്ടുള്ള രമ്യയും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അനിൽകുമാറും അവരുടെ ദമ്പതികളും 2 മക്കളും അടങ്ങുന്ന ഒരു കുടുംബമാണ് കോഴിക്കോട് മായനാട് ഓട്ടോയിൽ 4 ദിവസമായി താമസിക്കുന്നത്. ഇപ്പോൾ രമ്യ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഏത് അവസരത്തിലാണ് ഇങ്ങനെ ഓട്ടോയിൽ താമസിക്കേണ്ട അവസ്ഥ വന്നത്? ഞങ്ങൾ മൂപ്പർക്ക് കുറച്ച് നാളായിട്ട് പണിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ വാടക കൊടുക്കാൻ കഴിയാത്തതിനാൽ അവർ വാടക വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോൾ 1.5 മാസത്തോളമായി ഇറക്കി വിട്ടിട്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് വേറെ വീടൊന്നും കയറി കിടക്കാനൊരു കിടപ്പാട് ആരും ഞങ്ങളൊന്ന് നമുക്കൊരു അഡ്വാൻസ് കൊടുക്കാതെ കൊണ്ട് ആരും കയറ്റി കിടത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് റോഡിലേക്കായി പിന്നെ ഒരു റെയിൽവേ സ്റ്റേഷൻ വഴിയും ബീച്ചും അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോരുത്തരുടെ ഹെൽപ്പ് കൊണ്ടിട്ട് വീണ്ടും കോഴിക്കോട് തന്നെ ഞങ്ങളെത്തി. അവർ ഈ പോലീസ് സ്റ്റേഷനിൽ, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ അവർ ഒരു ദിവസം ഞങ്ങളിവിടെ കോവൂര് വെച്ച് ഞങ്ങളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ രാത്രിയിൽ കിടന്ന് മക്കളെയും കൊണ്ട് കിടന്നുറങ്ങുമ്പോഴത്തേക്കും മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ അവർ കണ്ടിട്ടാണ് ഞങ്ങളെ ക്ലോക്ക് റൂമിലേക്ക് ആക്കി. അവർ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് 3 ദിവസം അവരവിടെ കിടത്തി. അതിനുശേഷം അവരും പറഞ്ഞു ഇത് രോഗികൾക്ക് വേണ്ടി മാത്രമുള്ള ഇതാണ്, അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇറങ്ങി. അതിനുശേഷമാണ് ഞങ്ങൾക്കിപ്പോൾ ഒരു ഓട്ടോ ഒരാൾ വാടകയ്ക്ക് തരുന്നത്. അപ്പോൾ ഇപ്പോൾ ആ വണ്ടിയിലാണ്, വാടക വണ്ടിയിലാണ് ഞങ്ങളിപ്പം കിടന്നുറങ്ങുന്നതും എല്ലാം. ഇപ്പോൾ ഈ 4 ദിവസമായിട്ട് നേരത്തെ ഉണ്ടായിരുന്നു? ഇല്ല, ഞങ്ങൾക്ക് വീടിനായിരുന്നു. ഞങ്ങൾ 11 വർഷമായിട്ട് വാടക തന്നെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോൾ 1ഉം 2ഉം പ്രാവശ്യം അല്ല, ഞങ്ങളിത് പല പ്രാവശ്യം ഞങ്ങൾ വാടക കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഞങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ട്. കുട്ടികൾ 2 പെൺകുട്ടികളാണ്. 2 പെൺകുഞ്ഞുങ്ങളാണുള്ളത്. അതിൽ മൂത്ത ആൾ 3ൽ പഠിക്കുന്നു, ഇളയ ആൾ 4 വയസ്സേ ആയിട്ടുള്ളൂ. വിദ്യാഭ്യാസമൊക്കെ എങ്ങനെ? 2 മാസമായി എൻ്റെ മോള് സ്കൂളിൽ പോയിട്ട്. ഇപ്പോൾ അവർ വിളിക്കുന്നുണ്ട്, മോള് നല്ലോണം പഠിക്കുന്ന കുട്ടിയാണ്, അവരുടെ ഭാവി കളയരുത്, നിങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞു വിടുന്നു. പക്ഷെ നമ്മൾ ഈ റോഡിൽ കിടക്കുന്ന നമ്മൾ എങ്ങനെ പറഞ്ഞു വിടാനാണ്? ആ ഒരു അവസ്ഥയിൽ മോളെപ്പോഴും പറയും പഠിക്കാൻ ആഗ്രഹമുണ്ട്, കൂട്ടുകാരൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും. പക്ഷെ നമുക്ക് വിടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇതിനു മുന്നേ ഞങ്ങൾ പട്ടിണി കിടന്നിട്ട് മൂപ്പർക്ക് പണിയില്ലാണ്ടിരുന്ന സമയത്ത് ഓട്ടോയും ഒന്നും ഇല്ലായിരുന്നു. അന്ന് ഞങ്ങൾ 4ഉം 5ഉം ദിവസമൊക്കെ എന്താ പറയുക, ഈ റേഷനരി, സർക്കാരിൻ്റെ റേഷനരി കിട്ടുന്ന കൊണ്ടിട്ട് നമ്മൾ അത് കഞ്ഞി വെച്ച് കുടിച്ച് മുളകും പൊട്ടിച്ചിട്ട് 4 ദിവസം എൻ്റെ മക്കൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തുള്ളവർ അറിഞ്ഞ ശേഷമാണ് ഓരോരുത്തർക്ക് ഞങ്ങളെന്ന് സഹായിക്കാൻ തുടങ്ങിയത്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ ഓരോരുത്തരുടെയും സഹായം കൊണ്ട് ഭക്ഷണം കഴിച്ചു പോകും. ഇപ്പോൾ അനിൽകുമാർ കൂടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോൾ ജീവിതം? വലിയ ബുദ്ധിമുട്ടിലാണല്ലോ? ബുദ്ധിമുട്ടിലായിരുന്നു. പിന്നെ എൻ്റെ 1.5 മാസത്തോളം എൻ്റെ ലൈസൻസ് തീർന്നിരുന്നു. അപ്പോൾ ആ ഡേറ്റ് തെറ്റി. അപ്പോൾ വണ്ടി ഓണർ വാങ്ങി വെച്ച്, ഇതല്ല ആദ്യം ഓടിച്ച വണ്ടി. ആ ഓണർ വാങ്ങി വെച്ചതിന് ശേഷം ഞാൻ ഇവിടെ എൻ്റെ വീട്ടിലേക്ക് വന്ന് ലൈസൻസ് പുതുക്കണം എന്നുണ്ടെങ്കിൽ 1000 രൂപ എൻ്റെ ആവശ്യമുണ്ടെന്ന് നമ്മളെ പുലരി ഡ്രൈവിംഗ് സ്കൂളിൽ പറഞ്ഞ്. അപ്പോൾ എനിക്ക് 1000 രൂപ ഒപ്പിക്കാൻ കുറച്ച് മെനക്കെടായിരുന്നു. അങ്ങനെ വേറെ ആളോട് കുറേ കടം വാങ്ങി അതെല്ലാം കൂടി ലൈസൻസ് പുതുക്കി വരുമ്പോഴത്തേക്ക് 1.5 മാസം പിടിച്ച്. അപ്പോഴത്തേക്ക് എൻ്റെ വീട് പട്ടിണിയിൽ. അതിദരിദ്രമില്ലാത്ത കേരളത്തിന്റെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണുന്നത്.